ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നേന്ത്രക്കായയുടെ തൊലിയും ഉണക്കപ്പയറും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. കായത്തൊലിയും പയറും കൂടെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അതിലോട്ട് ഒരു 3/4 കപ്പ് ഉണക്കപ്പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ്. പയറിൻ്റെ അളവെല്ലാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 4 നേന്ത്രക്കായയുടെ തൊലി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പയർ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും 2 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കായത്തൊലിയും പയറും എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുളകിടണം. ഇപ്പോൾ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിന് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 20ഓളം വെളുത്തുള്ളി ചതച്ച് വെച്ചത് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മൊരിഞ്ഞ് വരണം. ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും വെളുത്തുള്ളിയും എല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മൂത്തതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച പയറും കായത്തൊലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സിമ്മിൽ തന്നെ വെച്ചിട്ട് നമുക്കിതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് മുളക് പൊടിയെല്ലാം പയറിലും കായത്തൊലിയിലെല്ലാം നന്നായി പിടിച്ചു വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഉപ്പേരി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.